എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു വ്ളോഗുമായിട്ടാണ്. ഈ വ്ളോഗിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ശനിയാഴ്ച മക്കൾക്കൊരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും അതുപോലെ തന്നെ ഇവിടെ സ്നോ ഒക്കെ വീഴാൻ തുടങ്ങി. ഇപ്പോൾ നിർത്താതെ സ്നോ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു രസമാണ് കാണാനായിട്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശനിയാഴ്ചയായിരുന്നു പ്രോഗ്രാം. അപ്പോൾ വെള്ളിയാഴ്ച രാത്രിയിലാണ് ഞാൻ അവിടേക്ക് കൊണ്ടുപോകാനുള്ള കേക്ക് ഉണ്ടാക്കിക്കൊണ്ട് പോയത്. അപ്പോൾ നമ്മളവിടെ ഒരു പോട്ട്ലക്കൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോരുത്തരും ഓരോ ഐറ്റംസ് ഉണ്ടാക്കി കൊണ്ടുവന്ന് അപ്പോൾ എനിക്ക് കിട്ടിയത് കേക്കായിരുന്നു. അപ്പോൾ ഞാനൊരു 4 ടൈപ്പാണ് ചെയ്തത്. ഒരു ചോക്ലേറ്റ് കേക്ക്, ഒരു വാനില കേക്ക്, പിന്നെ ഒരു പുഡിങ്ങും, പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത തോന്നൽ കേക്കുമാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതെല്ലാം വെള്ളിയാഴ്ച വൈകിട്ടാണ് ഞാൻ ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയത്. വെള്ളിയാഴ്ച എനിക്ക് ഓഫീസിൽ പോകേണ്ട ദിവസമായിരുന്നു. രാത്രി 1 മണിയൊക്കെ ആയി എല്ലാം കഴിഞ്ഞ് കിടന്നപ്പോൾ. പിന്നെ ശനിയാഴ്ച 2:30ക്കാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 2:15 മക്കൾക്ക് ഡാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ ഒരുക്കിയൊക്കെ വന്നപ്പോഴത്തേക്ക് അത്രയും സമയമായി. അപ്പം ഇപ്പോൾ ഒരു തണുപ്പായത് കാരണം മൊത്തത്തിൽ മൂടിക്കെട്ടിയൊരു അന്തരീക്ഷമാണ്. നമ്മൾ ഇറങ്ങാൻ കുറച്ച് ലേറ്റായി. പക്ഷേ പ്രോഗ്രാം 2:45 ആയപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അവിടെ ഒരു ഹാളുണ്ട്. അപ്പോൾ അവിടെയാണ് ഒരു 8 മുതൽ 10 വരെ ഫാമിലീസ് ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും കൂടിയുള്ളൊരു ഗെറ്റ് ടുഗദറും ഒക്കെ ആയിരുന്നു. നല്ലൊരു ഇവൻ്റ് ആയിരുന്നു. ഇതാണ് സംഗീതയും മോനുമാണ്. സംഗീതയാണ് കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കുന്നത്. ആദ്യം തന്നെ ഒരു പ്രെയർ സോങ്ങിന് ശേഷം ഇവരുടെ ഡാൻസ് ആയിരുന്നു. ഇതൊരു ട്രിബ്യൂട്ടായിരുന്നു. നമ്മുടെ പുനീത് കുമാറിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രിബ്യൂട്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇൻഡിവിജ്വലായിട്ടുള്ള ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കുട്ടികളും നന്നായിട്ട് തന്നെ ചെയ്തു. രണ്ടാമത്തെ പെർഫോമൻസ് പൊന്നിൻ്റെ മുത്തിൻ്റെ ആയിരുന്നു. 2 ഹിന്ദി സോങ്സാണ് അവർ കളിച്ചത്. പൊന്നാണ് ശരിക്കും ഡാൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വരുന്നത്. മുത്ത് ലാസ്റ്റ് ദിവസങ്ങളിലാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ 2 പേരോടാണ് പെർഫോം ചെയ്തത്. സ്റ്റെപ്പൊന്നും തെറ്റിക്കാതെ കറക്റ്റായിട്ട് തന്നെ കളിച്ചു. അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടുള്ള ഡാൻസ് നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു നോക്കിയിട്ടില്ലാത്തവർ കണ്ടു നോക്കണം. ലിങ്ക് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അവിടെ നമ്മളിതുപോലെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഗേൾസിൻ്റെ പെർഫോമൻസ് ആയിരുന്നു. ഇതൊരു ചെയിൻ ഓഫ് സോങ്സ് ആയിരുന്നു. വളരെ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. ഗേൾസിൻ്റെ ആയാലും ബോയ്സിൻ്റെ ആയാലും നല്ല രസമായിരുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് നമ്മളിതുപോലെ ഒന്ന് എൻജോയ് ചെയ്യുന്നത് ഇവിടെ വന്നതിന് ശേഷം. കിഡ്സിൻ്റെ പെർഫോമൻസ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പേരൻസിൻ്റെ പെർഫോമൻസ് ഉണ്ടായിരുന്നു. ജുഗ്നു ചലഞ്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഹസ്ബൻഡ് ചെയ്ത ഡാൻസൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ ഫുഡ് സെർവ് ചെയ്തു. അപ്പോൾ എല്ലാവരും ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പല ടൈപ്പിലുള്ള റൈസ്, കറി, അതുപോലെ ചപ്പാത്തി, എല്ലാ ഫുഡും സൂപ്പറായിരുന്നു. സ്വീറ്റും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കേക്കും ഉണ്ടായിരുന്നു. കേക്കിൻ്റെ വിശദമായിട്ടുള്ള റെസിപ്പീസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മൾ തോന്നൽ കേക്ക് ഓൾറെഡി അപ്ലോഡ് ചെയ്തു. അത് കണ്ടുകാണെന്ന് വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും ഞാൻ കൊടുക്കുന്നതാണ്. പിന്നെ ഞാൻ ചെയ്തത് ഒരു വാനില കേക്കാണ്. അതുപോലെ തന്നെ ഒരു ചോക്ലേറ്റ് ഫ്രോസ്റ്റിംഗ് വരുന്നൊരു കേക്കുമാണ്. പിന്നെ ഒരു പുഡിങ്ങാണ് ചെയ്തത്. പുഡിങ്ങിൻ്റെ വീഡിയോ എന്തായാലും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് നമ്മൾ രാത്രിയായി തിരിച്ചു വന്നപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ദിവസം പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇപ്പോൾ തിങ്കളാഴ്ചയാണ് ഇത്. തിങ്കളാഴ്ച രാവിലെ തന്നെ നമ്മൾ എണീറ്റപ്പം നിറയെ സ്നോ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇപ്പോൾ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഭയങ്കര തണുപ്പാണ്. മൈനസ് ടെമ്പറേച്ചറാണ്. രാത്രിയിലും ഇപ്പോൾ പകൽ മൊത്തത്തിൽ സ്നോ ആണ്. അപ്പോൾ രാവിലെ എന്നൊരു വർക്കിംഗ് ഡേ ആണ്. വർക്ക് ഫ്രം ഹോമാണ്. രാവിലെ നമ്മൾ സിനമൺ വാട്ടർ തിളപ്പിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും കേസസൊക്കെ കൂടുന്നത് കാരണം വീണ്ടും വർക്ക് ഫ്രം ഹോമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ കമ്പൽസറി ആക്കിയിട്ടില്ല. ഞങ്ങളുടെ ഓഫീസിൽ ഇപ്പോഴും 60-40 റൂളാണ്. അതായത് ആഴ്ചയിൽ 3 ദിവസം ഓഫീസിൽ പോകണം, 2 ദിവസം വീട്ടിൽ ഇരുന്ന് വർക്ക് ചെയ്യണം, അങ്ങനെയാണ്. പക്ഷേ നമുക്ക് എന്തെങ്കിലും സിംറ്റംസ് കോൾഡൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിലിരിക്കാം. രാവിലെ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു സാൻഡ്വിച്ചാണ്, എഗ് സാൻഡ്വിച്ച്. നമ്മൾ ഓഫീസൊക്കെ ഉള്ള ദിവസങ്ങളിൽ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു സാൻഡ്വിച്ചാണ്. ആദ്യം തന്നെ ഉള്ളി ഒന്ന് അരിഞ്ഞ് വെക്കുക. അതുപോലെ തന്നെ പച്ചമുളകിന് പകരം നിങ്ങൾക്ക് കുരുമുളക് പൊടി എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ സാധാരണ ഓംലെറ്റ് ഉണ്ടാക്കുക. മുട്ട ഫ്രിഡ്ജിൽ നിന്ന് എടുത്തല്ല, പുറത്തൊന്ന് നോർമൽ ആക്കാൻ വെച്ചിട്ടുള്ള മുട്ടയാണ്. അപ്പോൾ നമ്മളിത് ബീറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് പതഞ്ഞ് കിട്ടും. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ചാൽ മുട്ട നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഓംലെറ്റ് ആക്കി എടുക്കാം. പല രീതിയിൽ എഗ് സാൻഡ്വിച്ച് ചെയ്യാം.
നമ്മൾ മറ്റൊരു രീതി അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പല വെറൈറ്റി സാൻഡ്വിച്ചുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തവ ചൂടായി വന്നിട്ടുണ്ട്. കുറച്ച് ഒലിവ് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. മുട്ട നമ്മൾ ഇങ്ങനെ പൊരിക്കുമ്പോൾ ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കാം, ക്യാപ്സിക്കം അങ്ങനെയുള്ളതൊക്കെ ഇട്ട് കൊടുക്കാം. പക്ഷെ നമ്മൾ ക്യാപ്സിക്കം ഇതിൽ കുക്ക് ചെയ്യാതെയാണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. നമ്മൾ ഇരുമ്പിൻ്റെ ദോശത്തവയിലൊക്കെ എപ്പോഴും മുട്ടയൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ ദോശയൊക്കെ അത് കഴിഞ്ഞിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഇളകി വരും. അതുപോലെ ഇതെപ്പോഴും അങ്ങ് കഴുകണം എന്നില്ല. നമ്മളിപ്പം ഓരോ പ്രാവശ്യം യൂസ് കഴിഞ്ഞതിന് ശേഷം എണ്ണ വെച്ചിട്ട് നന്നായിട്ട് തൂത്ത് വൃത്തിയാക്കി വെള്ളമൊന്നും ഇല്ലാതെ സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഇതിരിക്കും. നമ്മൾ ഓംലെറ്റ് അവിടെ റെഡി ആക്കിയിട്ടുണ്ടാകും. നമ്മൾ ഈ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന വീറ്റ് ബ്രെഡാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്കിത് വെച്ച് കൊടുത്തിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ നമ്മളിതിൽ വെച്ചിട്ടാണിത് ടോസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ആ മുട്ട 2ആയിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം അത് ഫോൾഡ് ചെയ്ത് ഇതിലേക്ക് വെക്കാം. ഇതിൻ്റെ ഫില്ലിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വെക്കാം. ഇതിൻ്റെ പുറത്ത് ചീസ് വേണമെന്നുണ്ടെങ്കിൽ ചീസിൻ്റെ സ്ലൈസ് വെക്കാം. നമ്മൾ ഇവിടെ കുറച്ച് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, റെഡ് കളറും അതുപോലെ തന്നെ യെല്ലോ കളറും. വളരെ കനം കുറച്ച് നീളത്തിലരിഞ്ഞത് കുറേശ്ശെ ഇതിന് മുകളിലായിട്ട് വെക്കാം. ക്യാപ്സിക്കം ഒന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കുക്ക് ചെയ്യാതെ കഴിക്കുന്നതാണ് നല്ലത്. പിന്നെ കുറച്ച് ലെറ്റസ് എടുത്തിട്ടുണ്ട്, അത് അരിഞ്ഞിട്ട് നമ്മൾ എടുത്തിരിക്കുകയാണ്. ഇനി ഇത് നമ്മളിങ്ങനെ തന്നെ എടുക്കുകയാണെങ്കിൽ കുറച്ച് ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അതിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളതിലേക്ക് കുറച്ച് ഗാർലിക് സോസ് ഒരു 2-3 ഡ്രോപ്പ് അതിലേക്കൊന്ന് ഇടുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാൻഡ്വിച്ച് മേക്കറിൽ ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ദോശത്തവയിൽ ചെയ്തെടുക്കാം. എനിക്ക് സാൻഡ്വിച്ച് മേക്കറിൽ ചെയ്യുന്നതിനെക്കാട്ടിലും ദോശത്തവയിൽ ചെയ്യുന്നതാണ് ഒന്നുകൂടി ഇഷ്ടം. സാൻഡ്വിച്ച് മേക്കറിൽ ചെയ്യുമ്പോൾ ഒന്നങ്ങ് പ്രസ്സായി പോയിട്ട് ഭയങ്കരമായിട്ടങ്ങ് പ്രസ്സായി പോകുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന മിക്കവാറും ഇങ്ങനെയാണ്. ഒരു ഭാരമുള്ളൊരു ചപ്പാത്തിയുടെ കല്ല് അതിൻ്റെ മുകളിൽ എടുത്ത് വെക്കുക, അതിനുശേഷം മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അത് ഒരുപാടങ്ങ് പ്രസ്സാവില്ല, എന്നാൽ അത് ഒട്ടിപ്പിടിച്ചിരിക്കുകയും ചെയ്യും. 2 സൈഡും മറിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും അതെടുത്ത് മുകളിൽ വെക്കും. നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കട്ട് ചെയ്യാതൊക്കെ കഴിക്കാവുന്നതാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നമ്മൾ നാളെ മുതൽ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും ക്രിസ്മസ് റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്തൊക്കെ റെസിപ്പീസ് വേണമെന്നുള്ളത്. അതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് വെറൈറ്റി കേക്കുകൾ, കുക്കീസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഓരോ ദിവസമായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് തോന്നത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ സമയം കിട്ടുമ്പോൾ കാണുക, അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക, കമൻറ്റ്സ് ചെയ്യുക. അപ്പോൾ ഒരുപാട് കമൻറ്റ്സിന് റിപ്ലൈ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ പുതിയ റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്